ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അടിപൊളി ഒരു മാങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ട് അതിലേക്ക് 2-3 സ്പൂണ് ഉപ്പിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെക്കുക, ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. 1 കപ്പ് പച്ചമുളക് അരിഞ്ഞ് വെക്കുക. അത്യാവശ്യം നല്ല മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ ചെമ്പട്ടിയാണ് എടുത്തത്. അതിൽ ഒരു കുപ്പി 250 ml എള്ളെണ്ണയാണ് ഉപയോഗിച്ചത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 1 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് പച്ചമുളക്, 1 കപ്പ് കറിവേപ്പിൻ്റെ ഇല, ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 3 സ്പൂണ് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ വെള്ളം കൂടി ഇതിൽ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വഴറ്റിയെടുക്കുക. മാങ്ങ ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് പകുതി മുങ്ങുന്നതിന് വരെ ഉള്ള വിനെഗർ ഒഴിച്ചു കൊടുക്കുക. വിനെഗർ മാങ്ങയുടെ മുങ്ങുന്നത് വരെ വേണം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് ഉപ്പുണ്ടോ എല്ലാത്തിനും ആവശ്യത്തിന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ 2-2.5 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി എടുത്ത് വെക്കാം. നമ്മുടെ മാങ്ങച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.